CPM-ൽ തിരുത്തലിനി നടക്കില്ല എന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നേതാക്കളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് പാർട്ടിയുടെ ലൈനല്ല. പാർട്ടി അംഗങ്ങളെ അല്ലാതെ ആരെയും ന്യായീകരിക്കുന്ന ശീലവുമില്ല. CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരിയുടെ മക്കൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ നിശബ്ദരായിരുന്നു പാർട്ടി. എല്ലാം കോടിയേരിയുടെ കുടുംബം ഒറ്റയ്ക്ക് തന്നെ നേരിട്ടു. എന്നാൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കാര്യം വരുമ്പോൾ CPM പ്രതിരോധം തീർക്കുകയാണ്. ന്യായീകരണം നിരത്തുന്നു, രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നു. ഇതിനൊപ്പം വിവാദത്തിന് പിന്നിൽ പല സംശയങ്ങളും ഉയർത്തുന്നു. വിമർശന സ്വഭാവമുള്ള ചർച്ചകളിലൂടെ ഗുണകരമായ തീരുമാനമെടുത്തിരുന്ന പാർട്ടി നയമാണ് ദുർബലമാകുന്നത് എന്ന അഭിപ്രായം രഹസ്യമായി പങ്കുവയ്ക്കുന്ന നേതാക്കളുമുണ്ട്. കമ്മിറ്റികളിൽ ഈ അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിക്കുന്നവരില്ല. നിർണായക തീരുമാനമെടുക്കേണ്ട കേന്ദ്ര നേതൃത്വം ദുർബലരായി. സംസ്ഥാന സമിതി ചർച്ചകൾ ഏകപക്ഷീയമാണ്. എക്സാലോജിക്കിൽ നേതാക്കൾ ആരും തന്നെ എവിടെയും അഭിപ്രായം പറയുന്നില്ല. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി അടക്കം ന്യായീകരണം നടത്തുകയാണ്. ഇതെല്ലാം പാർട്ടിയുടെ പഴയ നയത്തിന് പൂർണ്ണമായും എതിരാണ്. കരിമണൽ കമ്പനിയായ CMRL-ഉം വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായുള്ള പുതിയ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ പഴയ നിലപാടിൽ നിന്ന് മാറി ചിന്തിക്കുന്നവർ പാർട്ടിയിൽ പോലുമുണ്ട്. പരസ്യമായി പിന്തുണയ്ക്കുന്നവരുടെ എണ്ണവും കുറയുന്നു. പക്ഷേ ആരും തുറന്നു പറയില്ല. 28, 29, 30 തീയതികളിൽ PBCC യോഗങ്ങൾ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പും രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ചയായി മാറും. എന്നാൽ അവിടെയും ഈ വിഷയം ഉയർന്നു വരില്ല. എല്ലാവരും ചർച്ച കൂടാതെ വീണ വിജയന് പ്രതിരോധം തീർക്കും. മുമ്പ് മുഖ്യമന്ത്രിയായിരിക്കെ VS അച്യുതാനന്ദന്റെ മകനെതിരെ ചില ആരോപണം ഉയർന്നു വന്നിരുന്നു. അതെല്ലാം പാർട്ടി ഗൗരവത്തോടെ എടുത്തു. അരുൺകുമാറിനെ ആരും പിന്തുണച്ചില്ല. കടുത്ത നിലപാടുകളെടുത്തത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനായിരുന്നു. പട്ടായ വിവാദത്തിൽ പല നടപടികൾ പോലും ഉണ്ടായി. കോടിയേരിയുടെ മക്കൾക്കെതിരായ ആരോപണത്തിലും ഇതൊക്കെ ഏതാണ്ട് സംഭവിച്ചിരുന്നു. എന്നാൽ പിണറായി വിജയന്റെ കുടുംബത്തിലേക്ക് എത്തുമ്പോൾ പ്രത്യാക്രമണവും. ബിനീഷ് കോടിയേരിക്കെതിരെ കേന്ദ്ര ഏജൻസി കേസെടുത്തപ്പോൾ ബിനീഷ് അന്വേഷണം നേരിടട്ടെ എന്നായിരുന്നു പാർട്ടിയുടെ നിലപാട്. അന്വേഷണം നടക്കട്ടെ, തെറ്റു ചെയ്തെങ്കിൽ ശിക്ഷിക്കട്ടെ, പാർട്ടി ഇടപെടില്ല എന്നായിരുന്നു കോടിയേരിയുടെയും നിലപാട്. നേതൃത്വത്തിൽ നിന്നും കാര്യമായ പിന്തുണ കോടിയേരിക്ക് ലഭിച്ചതുമില്ല. വീണ വിജയന്റെ പേരിൽ ആരോപണം ഉയർന്നപ്പോൾ പഴയ നിലപാടിന് പകരം ശക്തമായ പ്രതിരോധമാണ് പാർട്ടിയിൽ നിന്നുണ്ടായത്. പാർട്ടി സെക്രട്ടേറിയറ്റ് തന്റെ പ്രസ്താവനയിലൂടെ ആദ്യ പിന്തുണ നൽകി. നേതാവിന്റെ മകൾക്കായി സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കുന്നത് അപൂർവമാണ്. വീണയുടെ കമ്പനിക്ക് സേവനത്തിന് നിയമപരമായി ലഭിച്ച പണമെന്നായിരുന്നു പ്രസ്താവനയിൽ പറയുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതിരോധത്തിനായി മുന്നിൽ നിന്നു. എന്നാൽ അതെല്ലാം പൊളിക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. CPM കേന്ദ്ര കമ്മിറ്റിയുടെ തെറ്റിദ്ധരുത്തൽ രേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ചില പാർട്ടി അംഗങ്ങൾക്കെതിരെ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദനത്തിന്റെ പരാതികൾ ഉയർന്നു വരാറുണ്ട്. പാർട്ടി നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും കുടുംബാംഗങ്ങളും ഇക്കാര്യം ശ്രദ്ധിക്കണം. പദവികൾ ഉപയോഗിച്ച് അന്യായമായത് നേടിയെടുക്കാനും സ്വത്ത് സമ്പാദിക്കാനുമുള്ള നടപടികൾ അരുത്. ഭരണം ഇത്തരം ഇടപാടുകൾക്കും കോഴകൾക്കും മറ്റും ഉപയോഗിക്കുന്ന രീതി ആശ്വാസ്യമല്ല. ഈ രേഖ ഇപ്പോൾ അപ്രസക്തമായി മാറിയിരിക്കുന്നു. അതിനിടെ വീണ വിജയന്റെ പരാതിയുമായി മുന്നിലുള്ളത് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജാണ്. ബിനീഷും ഷോണും അടുത്ത സുഹൃത്തുക്കളും. ഇരുവരും ചേർന്ന അഭിഭാഷക സ്ഥാപനവും നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വീണയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ബിനീഷിന് മുകളിൽ ചാപ്പ കുത്താനും ചിലർ ശ്രമിക്കുന്നുണ്ട്. ഇത്തരം ചർച്ചകൾ അപ്രസക്തമാണെന്ന് ഷോൺ പറഞ്ഞിട്ടുമുണ്ട്. തന്റെ ഫോൺ രേഖകൾ പോലും ഇതിനായി ചോർത്തുന്നുവെന്ന് ഷോൺ ആരോപിക്കുകയും ചെയ്യുന്നു. എക്സാലോജിക് വിഷയത്തിൽ കോടതി മേൽനോട്ടത്തോടെയുള്ള അന്വേഷണം ആവശ്യപ്പെടുന്ന പ്രതിപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യും CPM-ഉം രാഷ്ട്രീയമായി ഒത്തുതീർപ്പിലെത്തുമെന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്.